ഡിസൈൻ വരയ്ക്കാനുള്ള ഗുണം എന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം. നമ്മൾ വീട് പണിയുമ്പോൾ ചെയ്യേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്? സ്ലാബ്, ബീം, കോളം, ലിൻഡല്, സൺഷെയ്ഡ്, ഫൗണ്ടേഷൻ, പിന്നെ മേസന്റെ വർക്ക്, പ്ലാസ്റ്ററിന്റെ വർക്ക്. ഈ വക കാര്യങ്ങളൊക്കെ എത്ര ക്വാണ്ടിറ്റിയിൽ ചെയ്യണമെന്നുള്ളത് നമുക്ക് തീരുമാനിക്കാൻ പറ്റും. ഫോർ എക്സാമ്പിൾ, നമ്മൾ 2500 സ്ക്വയർ ഫീറ്റിന് വീട് പണിയാണെങ്കിൽ സോയിലിന്റെ സ്ട്രെങ്ത് വെച്ചിട്ട് വേണം നമ്മൾ അതിന്റെ ഫൗണ്ടേഷൻ ഡിസൈൻ ചെയ്യാനായിട്ട്. അത് സ്ട്രക്ചർ എഞ്ചിനീയർ തന്നെ ചെയ്യണം, അല്ലെങ്കിൽ ജിയോ ടെക്നിക്കൽ എഞ്ചിനീയർ ചെയ്യണം. ഇതെന്തിനാന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ സോയിലിന്റെ കപ്പാസിറ്റി അനുസരിച്ചിട്ടാണ് നമ്മൾ അവിടെ റാൻഡംറബിൾ ഫൗണ്ടേഷൻ ചെയ്യണോ, ഡ്രൈറബിൾ ഫൗണ്ടേഷൻ ചെയ്യണോ, അതോ ഫുട്ടിംഗ് ഫൗണ്ടേഷൻ ചെയ്യണോ തീരുമാനിക്കുക. ഇതിലോട്ട് വരുമ്പോൾ നമ്മൾ എത്ര കോളം കൊടുക്കണം, കോളത്തിന്റെ സൈസ് എത്ര ആയിരിക്കണം, കോളത്തിൽ ഉപയോഗിക്കേണ്ട റീബാർ ഏതാണ്, എത്ര കമ്പി എവിടെയൊക്കെ കൊടുക്കണം, ഏത് പൊസിഷനിൽ കൊടുക്കണം എന്നുള്ളതൊക്കെ നമുക്ക് തീരുമാനിക്കണം. അതല്ലെങ്കിൽ ബീം, അതേപോലെ സ്ലാബ്, ഇവ കാര്യങ്ങളൊക്കെ ആവശ്യത്തിന് മാത്രം സാധനം ഉപയോഗിച്ചാൽ മതി. ഇതിലൊക്കെ നമുക്ക് കോഡ് പ്രൊവിഷൻസ് ഉണ്ട്, എന്താ എത്രയൊക്കെ യൂസ് ചെയ്യണം എന്നുള്ളത്. ഇതൊക്കെ കൃത്യമായിട്ട് അറിഞ്ഞിരിക്കുന്ന ഒരാളാണ് സിവിൽ എഞ്ചിനീയർ അല്ലെങ്കിൽ സ്ട്രക്ചറൽ എഞ്ചിനീയർ. അതുകൊണ്ട് തന്നെ അയാളെ കൊണ്ട് സ്ട്രക്ചറൽ ഡ്രോയിങ് വരപ്പിച്ചുള്ള ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കൃത്യമായിട്ട് നമ്മൾ ആവശ്യത്തിന് പൈസ നമ്മൾ ആവശ്യത്തിന് സാധനം ഉണ്ട് താനും. ഇത് വീട് സേഫ് ആയിരിക്കാനായിട്ട് ഇതിന്